സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുത്ത ശേഷം ഇതേപോലെ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ നന്നായി പഴുത്ത നേന്ത്രപ്പഴം ആയതുകൊണ്ട് മാത്രമാണ് സ്റ്റീം ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പഴുത്ത നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് നേന്ത്രപ്പഴം കൊണ്ട് എങ്ങനെയാണ് നമുക്കൊരു സൂത്രം റെഡിയാക്കി എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിത് പഴമെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ ബാറ്റർ ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതവിടെ സൺഫ്ലവർ ഓയിലും ചൂടാക്കാനേ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് ഓരോന്നോരോന്നായി എടുത്തിട്ട് നമുക്ക് ഈ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഈ മൈദയും കോൺഫ്ലോറും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഒരു മുട്ട എടുത്ത് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഷുഗർ ആഡ് ചെയ്തിട്ട് ഇതേപോലെ ബാറ്റർ റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ മുട്ട യൂസ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ മൈദയും കോൺഫ്ലോറും മിക്സ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളിത് ബ്രെഡ് ക്രംസിലേക്ക് നമ്മുടെ പഴം കൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴം. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പഴുത്ത നേന്ത്രപ്പഴം കൊണ്ടുള്ള സ്നാക്ക് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പഴുത്ത നേന്ത്രപ്പഴം തന്നെ വേണമെന്നില്ല കേട്ടോ. ഒരു ഇടത്തരം പഴുത്ത നേന്ത്രപ്പഴമായാലും കുഴപ്പമില്ല. അത് അങ്ങനെയാണെങ്കിൽ ഇടത്തരം പഴുത്ത നേന്ത്രപ്പഴമാണെങ്കിൽ, ഒരുപാട് പഴുക്കാത്ത നേന്ത്രപ്പഴമാണെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുത്ത ശേഷം ആവി കയറ്റിയെടുത്ത ശേഷം ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ നമുക്ക്. ഞാനിവിടെ ഒരുപാട് പഴം പഴുത്തത് കൊണ്ട് മാത്രമാണ്, നേന്ത്രപ്പഴം ഒരുപാട് പഴുത്തു പോയത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ സ്റ്റീം ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെതാ നേന്ത്രപ്പഴം കൊണ്ടുള്ള സ്നാക്ക് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായാലും അതേപോലെ നമ്മൾക്ക് സ്നാക്കായി കഴിക്കാനായാലും, നമുക്ക് എല്ലാവർക്കും സ്നാക്കായിട്ട് കഴിക്കാനായാലും, അതേപോലെ നമ്മൾ വീട്ടിലേക്ക് ആരെങ്കിലും ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ മക്കൾക്കൊക്കെ ഇതേപോലെ വെറൈറ്റി ആയിട്ട് സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അവർ തീർച്ചയായിട്ടും ഹാപ്പി ആവും. നേന്ത്രപ്പഴം കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഇതിന് നന്നായി പഴുത്ത പഴം തന്നെ വേണമെന്നില്ല, ഒരു ഇടത്തരം പഴുത്ത പഴമായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇടത്തരം പഴുത്ത പഴം ആണെങ്കിൽ, ഒരു മീഡിയം ഇതിൽ പഴുത്ത പഴമാണെങ്കിൽ അതൊന്ന് ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുത്ത ശേഷം ആവി കയറ്റി എടുത്ത് വേവിച്ച ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കുക കേട്ടോ നേന്ത്രപ്പഴം. ഇടത്തരം പഴുത്ത നേന്ത്രപ്പഴമാണെങ്കിൽ മാത്രം ഒരു 10 മിനിറ്റ് ഒന്ന് ഇഡ്ഡലി പാത്രത്തിലോ സ്റ്റീമറിലോ വെച്ചിട്ടൊന്ന് ആവി കയറ്റി എടുത്തിട്ട് ശേഷം മാത്രം ഇതേപോലെ യൂസ് ചെയ്യാം. ഇനി അഥവാ നന്നായി പഴുത്ത പഴമാണെങ്കിൽ നമുക്കതൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതേപോലെ ഞാൻ ചെയ്ത പോലെ ഇതേപോലെ ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള നല്ല വെറൈറ്റി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. നേന്ത്രപ്പഴം ഫിംഗർ ചിപ്സ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നേന്ത്രപ്പഴം കൊണ്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ റെസിപ്പികളെല്ലാം ഇഷ്ടപ്പെട്ടാൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരെ, അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ. നേന്ത്രപ്പഴം കൊണ്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ്, ബനാന ഫ്രഞ്ച് ഫ്രൈസ്.
ഞാനിന്ന് മക്കൾക്ക് സ്കൂളിലേക്ക് സ്നാക്കായിട്ട് ഈ ബനാന ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ കൊടുത്തു വിടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ മക്കൾക്ക് വെറൈറ്റി ആയിട്ട് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. സ്കൂളിലേക്ക് പോകുമ്പോഴും അതേപോലെ സ്കൂളിലിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇതേപോലെ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അവർ തീർച്ചയായിട്ടും ഹാപ്പി ആവും. അപ്പോൾ അടുത്ത വീഡിയോ വേണ്ടി ഞാൻ വീണ്ടും വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ.